നമസ്കാരം. ഇന്ന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ ജന്മദിനമാണ്. സെപ്റ്റംബർ 17 മുതൽ ഗാന്ധി ജയന്തി വരെ, ഒക്ടോബർ 2-ാം തീയതി വരെ സേവാ പാക്ഷികമായി ആചരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി ദേശവ്യാപകമായി തീരുമാനിച്ചിരിക്കുക. അതിൻ്റെ ഭാഗമായി ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ, ശുചിത്വ പരിപാടികൾ, പട്ടികജാതി പട്ടികവർഗ കോളനികളിലും മറ്റ് പിന്നോക്ക പ്രദേശങ്ങളിലും പ്രത്യേകമായിട്ടുള്ള സേവാ പ്രവർത്തനങ്ങൾ, പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള സേവാ ആക്ടിവിറ്റിയിലൂടെ പ്രധാനമന്ത്രിയുടെ ജന്മദിനം മുതൽ ഗാന്ധി ജയന്തി വരെയുള്ള 2 ആഴ്ചക്കാലം ഭാരതീയ ജനതാ പാർട്ടി രാജ്യവ്യാപകമായി ആചരിക്കുകയാണ്. പാർട്ടിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിനും ഇതിനോടകം ആരംഭിച്ചു. അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ, ആ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഊർജിതമാക്കാനും ഈ കാലയളവിൽ ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകർ വീടുകൾ കയറി ഓൺലൈനായിട്ടുള്ള മെമ്പർഷിപ്പ് അത് ജനങ്ങളെ കൊണ്ട് എടുപ്പിക്കുകയും അതിൻ്റെ രജിസ്റ്ററുകൾ സൂക്ഷിക്കുകയും ചെയ്യാനുള്ള തീരുമാനവുമായിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം സർക്കാർ 100 ദിവസം പൂർത്തിയാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ 100 ദിവസത്തിനിടയിൽ അതിവേഗത്തിലുള്ള നിരവധി വികസന പ്രവർത്തനങ്ങളും പുതിയ സംരംഭങ്ങളും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ സർക്കാർ ഈ രാജ്യത്ത് കാഴ്ചവെച്ചു. തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നിരവധി തൊഴിലുകൾ യുവാക്കൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ തുടങ്ങി. വികസന പ്രവർത്തനങ്ങളുടെ ഗതിവേഗം വർദ്ധിച്ചു. ഇൻഫ്രാസ്ട്രക്ചറിൽ കഴിഞ്ഞ 100 ദിവസത്തിനിടയിൽ 15 ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾക്ക് തുടക്കം കുറിക്കാനും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിവെച്ച പല പദ്ധതികളും നിർമ്മാണം പൂർത്തിയാക്കാനും കഴിഞ്ഞ 100 ദിവസവും അതിവേഗത്തിലുള്ള ചലനാത്മകമായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് നമ്മുടെ രാജ്യത്ത് കണ്ടത്. കേരളത്തിലെ സർക്കാരും ഇവിടെ ഭരണത്തിന് നേതൃത്വം നൽകുന്നവരും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ ഭരണപാഠവും അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ, ഈ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ തയ്യാറാവുകയാണ് വേണ്ടത്. ഇപ്പോൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ചെലവിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നു. മുഖ്യമന്ത്രി ഇന്നലെ ഒരു ന്യായീകരണം, ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ന്യായീകരണ പ്രസ്താവന അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. ഇത് ചെലവായ തുകയല്ല, ഇതൊരു പ്രൊജക്ഷൻ മാത്രമാണ്, എസ്റ്റിമേറ്റ് ആണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് നാം കാണേണ്ട ഒരു കാര്യം, വയനാട് ദുരന്തം സമീപകാലത്തൊന്നും ഉണ്ടാവാത്ത തരത്തിലുള്ള അഭൂതപൂർവമായിട്ടുള്ള സഹായങ്ങളുടെ പ്രവാഹമാണ് വയനാട്ടിൽ ഒഴുകിയെത്തിയത്. ഈ അടുത്ത കാലത്തൊന്നും ഒരു ദുരന്തമുണ്ടായപ്പോൾ നമ്മുടെ രാജ്യത്തെ എല്ലാ സംസ്ഥാന ഗവൺമെൻറ്റുകളും ഒരുമിച്ച് വന്ന് കേരളത്തെ സഹായിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല. ഇപ്പം BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാന ഗവൺമെൻറ്റുകളും, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഒറീസ, ഛത്തീസ്ഗഡ്, NDA ഭരിക്കുന്ന ആന്ധ്ര, അങ്ങനെ ഏതാണ്ട് 7-8 സംസ്ഥാന ഗവൺമെൻറ്റുകൾ 15 കോടി, 10 കോടി, 5 കോടി രൂപ കേരളത്തിന് നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഒരു വാക്ക് പോലും അതിനെക്കുറിച്ച് സംസാരിച്ചില്ല. മുഖ്യമന്ത്രി
ഒരു 500 രൂപ അദ്ദേഹത്തിന് താല്പര്യമുള്ള ആരെങ്കിലും കൊടുത്താൽ അത് വൈകുന്നേരം 4 മണിക്ക് വന്ന് പ്രസംഗിക്കുന്ന മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു കമ്മി ഒരു 500 രൂപ കൊണ്ടു കൊടുത്താൽ അത് എഴുതി വായിക്കുന്ന മുഖ്യമന്ത്രി 15 കോടി രൂപ കൊടുക്കുന്ന ഒരു സംസ്ഥാന ഗവൺമെൻറ്റുകൾ, മധ്യപ്രദേശ് സർക്കാർ 15 കോടി രൂപ കൊടുത്തു, ഒറീസ സർക്കാർ 15 കോടി രൂപ കൊടുത്തു. ഒരു വരി മുഖ്യമന്ത്രി പരാമർശിച്ചതേ ഇല്ല, ഒരു നന്ദി വാക്ക് പോലും പറഞ്ഞില്ല. പറയേണ്ട ആവശ്യമില്ല, ഞങ്ങളത് പ്രതീക്ഷിക്കുന്നുമില്ല ഈ മുഖ്യമന്ത്രിയിൽ നിന്ന്. ഇനിയും BJP ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റുകൾ ബാക്കിയുള്ള ഗവൺമെൻറ്റുകൾ കൊടുക്കും. എനിക്ക് അറിഞ്ഞൂടെ ഇന്ത്യ മുന്നണി ഭരിക്കുന്ന എത്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ കേരളത്തിലെ ഈ വയനാട് ദുരന്തത്തിന് എന്തെങ്കിലും സഹായം നൽകിയെന്നില്ല. കർണാടകയുടെ ഒരു ചെറിയ തുക ഞാൻ കണ്ടു. വേറെ ഇന്ത്യ മുന്നണി ഭരിക്കുന്ന ഒരു സംസ്ഥാനവും കേരളത്തിന് എന്തെങ്കിലും വലിയ സഹായം ചെയ്തതായിട്ട് നമ്മളാരും കണ്ടിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞു വന്നത് അത്രയും വലിയ സഹായ പ്രവാഹമാണ് ഈ വയനാട് ദുരന്തത്തിന് നമുക്ക് കേരളത്തിന് മലയാളികൾക്ക് ലഭിച്ചത്. വോളണ്ടിയേഴ്സിൻ്റെ ചെലവ്, അതാണ് എല്ലാവരെയും വേദനിപ്പിച്ചൊരു കാര്യം. അതാണ് വോളണ്ടിയേഴ്സിൻ്റെ ചെലവ്. ഏത് വോളണ്ടിയേഴ്സ്? അവിടെ ഉണ്ടായിരുന്ന വോളണ്ടിയേഴ്സ് എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ ജീവനക്കാർ. ബാക്കി എല്ലാവരും സന്നദ്ധ പ്രവർത്തകരാണ്. കോൺഗ്രസ്, ലീഗ്, BJP, DYFI, SDPI. അവിടെ നമ്മളെല്ലാവരും കണ്ടതാണ്. ബാക്കിയുള്ള വോളണ്ടിയേഴ്സ് എല്ലാം സംസ്ഥാന ജീവനക്കാരൊഴിച്ചുള്ള ബാക്കിയുള്ള വോളണ്ടിയേഴ്സ് എല്ലാം രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരോ സന്നദ്ധ പ്രവർത്തകരോ ആണ്. വേറെ ഏത് വോളണ്ടിയർ വന്ന്? സർക്കാർ ജീവനക്കാർക്ക് കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല. സർക്കാരിന് ഖജനാവിൽ നിന്ന് അവർ ശമ്പളം പറ്റുന്നവരാണ്. വേറെ ഞങ്ങളാരും ഒരു പൈസയും അവിടെ സർക്കാരിന് ബാധ്യത വരുത്തിയിട്ടില്ല. ഒരു ചായ കുടിക്കാനോ ഒരു ഭക്ഷണം കഴിക്കാനോ ഒരു ട്രാൻസ്പോർട്ടിനോ ഒരു ട്രാവൽ എക്സ്പെൻസോ ഒരു സന്നദ്ധ പ്രവർത്തകനും ഒരു വോളണ്ടിയറും വയനാട്ടിലെ ദുരന്തത്തിന് പൈസ ചെലവഴിക്കേണ്ടി വന്നിട്ടില്ല. അവരാരും ഒരു ബാധ്യതയും സർക്കാരിന് ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് വോളണ്ടിയേഴ്സിൻ്റെ യാത്രാ ചെലവ്, വോളണ്ടിയേഴ്സിൻ്റെ ഭക്ഷണ ചെലവ്, എന്ത് വോളണ്ടിയേഴ്സിൻ്റെ? എവിടുത്തെ വോളണ്ടിയേഴ്സിൻ്റെ? DYFI വോളണ്ടിയേഴ്സിൻ്റെ ആണോ? ഇത് ഒരു എസ്റ്റിമേറ്റ് ആണെന്നാണ് സർക്കാർ പറയുന്നത്. ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000. എവിടുത്തെ കണക്കായത്? എന്താ എസ്റ്റിമേറ്റ് ഇതിൽ? ഒരു പ്രൊജക്ഷൻ ആണെങ്കിൽ ഇനി സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട് അവിടെ ശവസംസ്കാരം നടക്കുമെന്ന്? എല്ലാ തെരച്ചിലും അവസാനിച്ച് 15-ാം തീയതി കൊടുത്ത കണക്കിൽ ഇനി പ്രൊജക്ഷൻ ആണോ? പ്രൊജക്ഷൻ ആണെങ്കിൽ ബെയിലി പാലത്തിന് എങ്ങനെ 1 കോടി രൂപ ചെലവ് വരുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ബെയിലി പാലം കെട്ടിയത് കേന്ദ്രം. ഇനി അഥവാ ഇതിൽ ട്രാൻസ്പോർട്ടേഷൻ എന്തെങ്കിലും കോടാലിയോ വേറെ ഒരു സാധനം ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. കേരള ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ വല്ല കോടാലിയോ തൂമ്പയോ ഒക്കെ കൊണ്ടുവരാനാണെങ്കിൽ 1 കോടി രൂപ ചെലവ് വരും. ഇത്രയും ചെറിയൊരു പാലം കേരള ഗവൺമെൻറ്റിന് എങ്ങനെ, കേരളത്തിലെ ദുരന്ത പ്രതിരോധ SDRFന് എങ്ങനെ ചെലവ് വരുന്നു? എനിക്ക് മനസ്സിലാവുന്നില്ല. ആരുടെ ഭക്ഷണത്തെ പറ്റിയിട്ടാണ് പറയുന്നത്? ആരുടെ ട്രാവൽ അലവൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്? സർക്കാർ പറഞ്ഞ വേറെ കാര്യങ്ങളുണ്ട്, ഞാൻ അതിനെ ചോദ്യം ചെയ്യുന്നില്ല. പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ വീട്, പുനരധിവാസത്തിൻ്റെ മറ്റ് കാര്യങ്ങളിൽ. പക്ഷെ നടന്ന ചെലവുകൾ എങ്ങനെയാണ് മുഖ്യമന്ത്രി ഇതൊരു ഇതാണെന്ന് പറയുന്നത്, എസ്റ്റിമേറ്റ് ആണെന്ന് പറയുന്നത്? സർക്കാർ വ്യക്തമാക്കേണ്ട പല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. കാരണം ഈ സംശയങ്ങൾ ജനങ്ങൾക്ക് കൂടുതൽ ബലപ്പെടുന്നത് നിങ്ങൾ ഇതിനു മുമ്പും അത്തരം കൃത്രിമങ്ങൾ കാണിച്ചതുകൊണ്ടാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അടക്കം വകമാറ്റി ചെലവഴിച്ചതിൻ്റെ പേരിലാണ് ലോകായുക്തയിൽ നിങ്ങൾക്കെതിരെ കേസ് വന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ലോകായുക്തയുടെ കഴുത്ത് ഞെരിച്ച് കൊന്നത്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ചരിത്രമുണ്ട്. ദുരന്ത നിവാരണത്തിനുള്ള പണവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയും വകമാറ്റിയും ദൂർത്തടിച്ച ചരിത്രവും കേരള സർക്കാരിനുണ്ട്, പ്രത്യേകിച്ച് പിണറായി വിജയനുണ്ട്. അതുകൊണ്ട് ആളുകൾക്ക് സംശയം കൂടുകയാണ്. മുഖ്യമന്ത്രി പറയുന്നതിന് ആളുകൾ വിശ്വസിക്കുന്നില്ല. സർ വ്യക്തമാക്കണം, ഈ കഴിഞ്ഞ 2 വർഷം ദുരന്ത പ്രതിരോധത്തിന് കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകിയ തുക എത്ര? അതിലെത്ര രൂപ നിങ്ങൾ വയനാട് ദുരന്തത്തിന് മുമ്പ് വയനാട് ചെലവഴിച്ചു, അതിന് ശേഷം എത്ര ചെലവഴിച്ചു? ഇവിടെ കേന്ദ്ര സഹായം മുടക്കാനാണ് ചില മാധ്യമങ്ങളും BJPയും ശ്രമിക്കുന്നതെന്നുള്ള പ്രചരണമാണ് നടക്കുന്നത്.
സർ, കേരളത്തിന് ഇതുപോലെ കേന്ദ്ര സഹായം കിട്ടിയ ഒരു കാലം ഉണ്ടായിട്ടില്ല. കാശില്ലാത്തത് കൊണ്ടല്ല വയനാട്ടിൽ ദുരന്തം ഉണ്ടായത്, നിങ്ങളുടെ പിടിപ്പുകേട് കൊണ്ടാണ് ഉണ്ടായത്. NDRFന്റെ സേന അവിടെ വന്ന് കാത്തുകിടന്നു, നിങ്ങൾ വിളിച്ചില്ല. 500-ലധികം കോടി രൂപ ഖജനാവിൽ ഇരിക്കുന്നു, നിങ്ങൾ 1 കോടി രൂപയാണ് കൊടുത്തത്. പിന്നീടാണ് നിങ്ങൾ 4 കോടി രൂപ കൊടുത്തത്. നിങ്ങൾക്ക് എന്തായിരുന്നു പണി? കാശില്ലാത്തതുകൊണ്ടാണോ? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, SDRF, എല്ലാ ഏജൻസികളിലുള്ള പണം ഇവിടെ വയനാടിനെ സംബന്ധിച്ച്. പിന്നെ എത്ര ആളാ ഇവിടെ വീട് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്? 1500 വീടിന്റെ കണക്കായി. KPCC, DYFI, AIYF, ബോബി ചെമ്മണ്ണൂർ, ഇങ്ങനെ കണക്കെടുത്താൽ 1500 വീടായി. സർക്കാർ അവരെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അതിനുശേഷം? പുനരധിവാസത്തിന്റെ അവസ്ഥ എന്താണ്? വാടക കൊടുത്തിട്ടില്ല സർ. ഓണത്തിന് മുമ്പ് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. താൽക്കാലികമായി വീടുകളിലേക്ക് താമസിപ്പിച്ചവരുടെ വാടക കൊടുത്തിട്ടില്ല. പുത്തുമലയിൽ വീട് വാടകയ്ക്ക് എടുത്തവർ ഇന്നും വാടക കൊടുത്തിട്ടില്ല. ഞങ്ങൾ ഈ ദുരന്ത സമയത്ത് അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ടു, പുത്തുമലയിൽ വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് ആ വീട്ടുകാർക്ക് ഇന്നും വാടക കൊടുത്തിട്ടില്ല. ഏത് പുത്തുമല ദുരന്തം കഴിഞ്ഞിട്ട് കൊല്ലത്രേ ഇന്നും വാടക കൊടുത്തിട്ടില്ല. വയനാട്ടിൽ പുനരധിവാസം അവതാളത്തിലായിരിക്കുകയാണ്. അത്ഭുതം തോന്നുന്നു, ഇങ്ങനെ ഒരു സർക്കാരിന് ഇത്രയും ഒരു പെരുപ്പിച്ച കണക്ക് അവതരിപ്പിക്കാൻ എങ്ങനെ കഴിയുന്നു ഈ ദുരന്തമുഖത്ത്? സർക്കാർ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് തുറന്ന് പറയാൻ തയ്യാറാവണം, വ്യക്തത വരുത്തണം. മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പോരാ. ഈ കാര്യത്തിൽ വയനാട്ടിൽ ദുരന്തമുണ്ടായതിന് ശേഷം എത്ര രൂപ SDRFൽ നിന്ന് ചെലവായി? ഇനി ദുരന്ത പ്രതിരോധത്തിനും ഇനി റീഹാബിലിറ്റേഷന് എത്ര ചെലവ് കണക്കാക്കപ്പെടുന്നു? ഓരോ ഇനവും എന്താ? ജനങ്ങളോട് പറയണം. ജനങ്ങൾക്ക് സംശയമുണ്ട്. ഈ സർക്കാരിനെ ജനങ്ങൾ സംശയത്തോടെയാണ് കാണുന്നത്. ഈ സർക്കാരിനെ ജനങ്ങൾക്ക് വിശ്വാസമില്ല. കാരണം നിങ്ങൾ ഇതിങ്ങനെ അടിച്ചു മാറ്റുന്ന ഒരു ആൾക്കാരാണ് എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ നോക്കൂ, എന്തു വലിയ ചതിയാണ്. അവിടെ സാധനങ്ങൾ നമ്മളെ എല്ലാ ചാനലുകളും പത്രങ്ങളും ഓൺലൈനിലും വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടു. കലക്ടറേറ്റിൽ അവിടെ പിന്നെ അനുവദിച്ചിട്ടുള്ള പിന്നെ സ്ഥലത്ത് ഭക്ഷ്യസാധനങ്ങളും മുഖ്യമന്ത്രി തന്നെ വൈകുന്നേരം 4 മണിക്ക് പറഞ്ഞു, ഇനി ഒരു സാധനം കൊണ്ടുവരരുത്. നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. 4 മണിക്ക് നമ്മളെല്ലാവരും കണ്ടതാണ്. ഈ ദുരന്തം വരുമ്പോൾ മാത്രമാണ് ഈ 4 മണിക്ക് ഇറങ്ങുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞു, ഒരു സാധനവും ഇനി ഇവിടെ വേണ്ട. എല്ലാ സാധനങ്ങളും നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. വീട്ടു സാമഗ്രികൾ, ഗ്രോസറി, ക്രോക്കറി, എല്ലാ സാധനങ്ങളും വന്ന് നിറഞ്ഞിരിക്കുന്നു. ഇനി വേണ്ട ക്യാമ്പിലേക്കുള്ളവർക്കും. ഇനി അത് കഴിഞ്ഞ് പാർട്ടിക്കാരോ? ഓരോ പാർട്ടിക്കാരും സന്നദ്ധ പ്രവർത്തകരും എത്ര ലോഡ് കണക്കിന് സാധനങ്ങൾ നമ്മൾ വയനാട്ടിൽ എത്തിച്ചു. ക്യാമ്പിലേക്കുള്ള ആൾക്കാരുടെ കണക്ക് വന്നിരിക്കുന്നു. ക്യാമ്പിൽ കഴിയുന്നവരുടെ ഭക്ഷണ ചെലവും ക്യാമ്പിൽ കൊടുത്ത സാധനവും തുണിയും 11 കോടി രൂപയുടെ തുണി കൊടുത്തു. എവിടെ നോക്കൂ, തുണികൾ തരംതിരിക്കാനും വീട്ടു സാമഗ്രികൾ തരംതിരിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ അത്രയ്ക്കുള്ള പിന്നെ പ്രവാഹമാണ് നമ്മൾ വയനാട്ടിൽ കണ്ടത്. എന്താണ് സർക്കാർ ആഗ്രഹിക്കുന്നത്? എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് ശരിയായ ഒരു വസ്തുത ജനങ്ങളുടെ മുമ്പിൽ സർക്കാർ അവതരിപ്പിക്കണം. നിങ്ങളിപ്പോൾ ഈ ന്യായീകരണം പറയുന്നത് വിശ്വാസയോഗ്യമായ ന്യായീകരണമല്ല. ഒന്നുകിൽ നിങ്ങൾ കേന്ദ്രത്തെ കബളിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് പണം അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. ഇതിലേതാണ് സംഭവിച്ചതെന്ന് മുഖ്യമന്ത്രിയാണ് പറയേണ്ടത്. ന്യായീകരണ തൊഴിലാളികൾക്ക് അത് വിശദീകരിക്കാനുള്ള ബാധ്യതയുണ്ട്. ഒരു ശവം സംസ്കരിക്കാൻ 75,000 രൂപയുടെ ചെലവ് എന്ന് പറഞ്ഞാൽ പൊറുക്കാത്ത തെറ്റാണത്. 1 രൂപ സർക്കാരിന് ബാധ്യതയില്ലാതെ 64 മൃതദേഹങ്ങളാണ് സേവാഭാരതി എന്ന് പറയുന്ന ഒരു ഒട്ടും സാമ്പത്തിക ശേഷിയില്ലാത്ത ഒരു സംഘടന. 1 രൂപ ചെലവ് ഇല്ലാതെ 64 മൃതദേഹങ്ങൾ. എന്തിനായിരുന്നു? അവരെ ഏൽപ്പിച്ചാൽ പോരായിരുന്നോ ശ്രീ പിണറായി വിജയൻ? അതല്ലെങ്കിൽ ഇത് തയ്യാറായി വന്ന എത്ര സന്നദ്ധ സംഘടനകളുണ്ടായിരുന്നു, അവരെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നില്ലേ? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ദുരിതാശ്വാസ നിധി
അടിച്ചു മാറ്റാനുള്ള അല്ലെങ്കിൽ അതിൽ തട്ടിപ്പ് നടത്താനുള്ള നീക്കം കേരളത്തെ പോലത്തെ ഒരു സംസ്ഥാനത്ത് വെച്ചുറപ്പിക്കാവുന്ന ഒരു കാര്യമല്ല. മനസ്സാക്ഷിയില്ലാത്ത ഒരു നടപടിയാണ്, മനുഷ്യത്വരഹിതമായ ഒരു നടപടിയാണ്. ഇത് സംബന്ധിച്ച് സർക്കാർ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവിടണം. അല്ല, കേരളം ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. പ്രധാനമന്ത്രി ആ യോഗത്തിൽ പറഞ്ഞത് ഇങ്ങനെയുള്ള കത്തുകളല്ല വേണ്ടത്. ഈ ദുരന്തത്തെ അതിജീവിക്കാൻ പുനരധിവാസത്തിന് എന്തെല്ലാം സഹായങ്ങൾ ഏതെല്ലാം മാനദണ്ഡം അനുസരിച്ച് കിട്ടേണ്ട അത് വ്യക്തമായിട്ട് തയ്യാറാക്കിയിട്ട് വേണം കൊടുക്കാൻ. 2500 കോടി ഇങ്ങട് എന്ന് പറഞ്ഞാൽ ഇതെന്താ, ഇത് കച്ചവടം നടത്തുന്നതാണോ? സർക്കാരും തമ്മിൽ വ്യക്തത വരുത്തേണ്ട പല കാര്യങ്ങളുണ്ട്. അവിടെ വളരെ വലിയ മെല്ലെപ്പൊക്കെ നടന്നിരിക്കുന്നു. ഞാൻ സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്ത ആളാണ്. ഈ ഒരു പുനരധിവാസത്തെ സംബന്ധിച്ച് ഒരു സർവകക്ഷി യോഗം 2 ആഴ്ച മുമ്പ് ഉണ്ടായിരുന്നു. അതിലും പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കേണ്ട കണക്കുകളെ സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. ഇനി ഇപ്പോഴത്തെ താൽക്കാലിക പുനരധിവാസം തന്നെ അവതാളത്തിലായിരിക്കുകയാണ്. ഇപ്പോൾ പറയപ്പെടുന്ന പുനരധിവാസം 2 സ്ഥലത്തായിട്ട്, മേപ്പാടി പഞ്ചായത്തിലും കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലുമായിട്ട് 2 സ്ഥലത്ത് ഒരു വീടുകൾ അവിടെ പുനർനിർമ്മിക്കുന്നത്. അതേ സ്ഥലം തന്നെ ഒരു വ്യക്തതയുമില്ല. ഒരു സ്ഥലത്ത് 50 ഏക്കർ എന്ന് പറയുന്നു. 50 ഏക്കറിൽ സ്കൂൾ വേണം, സിനിമാശാല വേണം, മറ്റ് കളിക്കളം വേണം, കുളിക്കാനുള്ള പൊതുവായിട്ടുള്ള സ്ഥലം വേണം. ഒരുപാട് കാര്യങ്ങൾ ചീഫ് സെക്രട്ടറിയുടെ ഇതനുസരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ആളുകളുടെ സ്പോൺസർഷിപ്പിനെ സംബന്ധിച്ച് ഒരു കണക്കും സർക്കാർ പറയുന്നില്ല. ഇത്രയും സ്പോൺസർഷിപ്പ് വന്നാൽ ആദ്യം ഒരു ഗവൺമെന്റ് ചെയ്യേണ്ട എന്താണ്? അവരെ വിളിച്ചിരുത്തിയിട്ട് ഇതൊക്കെ സത്യമാണോ, അല്ല പണ്ട് KPCC തള്ളിയതുപോലെ 1000 വീട് കൊടുക്കാമെന്ന് പറഞ്ഞതുപോലെയാണോ 100 വീട് കോൺഗ്രസ് കൊടുക്കാമെന്ന് പറഞ്ഞു പോയത്? ഒന്ന് വിളിച്ചിരുത്തണ്ടേ ആൾക്കാരെ? ഈ പറഞ്ഞവരൊക്കെ പറഞ്ഞ് ശരിയാണോ? ഇവരൊക്കെ 100 വീടും 150 വീടും ഒക്കെ പറഞ്ഞ ആൾക്കാരുടെയൊക്കെ എന്താണ് അവരുടെ പ്ലാൻ? സർക്കാർ ഇതുവരെ വിളിച്ചിട്ടില്ല. സർക്കാർ ഇതൊരു അവസരമായി ഉപയോഗിക്കുകയാണോ എന്നുള്ള സംശയം ഞങ്ങൾക്ക് കൂടുതൽ ബലപ്പെടുകയാണ്. ഈ ദുരന്ത നിവാരണം അതിനുശേഷം നടന്ന പുനരധിവാസത്തിൻ്റെയും കാര്യത്തിൽ ഇങ്ങനെ ഒരു അവ്യക്തത ഉണ്ടാക്കി. സർക്കാർ ഇതൊരു അവസരമായിട്ട്, ഈ സ്പോൺസർമാരെല്ലാം തന്നാൽ പിന്നെ അധികം പൈസ വേണ്ടി വരില്ല. നമ്മൾ ഉദ്ദേശിച്ച പോലെ നടക്കണമെങ്കിൽ ഇപ്പം പറഞ്ഞ സ്പോൺസർഷിപ്പ് പറഞ്ഞവരെല്ലാം കൂടി വിചാരിച്ചാൽ തന്നെ മരണസംഖ്യ നമ്മൾ ചാനലുകളിലൊന്നും അന്ന് പറഞ്ഞതുപോലെ, പത്രങ്ങളിലൊന്നും അന്ന് വന്നതുപോലുള്ള മരണസംഖ്യ ഇല്ല. 1000 കടക്കുന്നായിരുന്നു അന്നത്തെ ഒരു അന്തരീക്ഷം നമ്മൾ കണ്ടപ്പോൾ. പക്ഷേ മുഖ്യമന്ത്രി സർവകക്ഷി യോഗത്തിൽ പറഞ്ഞ കണക്ക് അനുസരിച്ച് നോക്കുമ്പോൾ അതിൽ കുറവാണ്. അപ്പം അതുകൊണ്ട് ഈ കാര്യത്തിൽ പുനരധിവാസം പാളിയിരിക്കുകയാണ് ഇപ്പം തന്നെ. ഇനി എന്തെങ്കിലും ചോദിച്ചാൽ ഉടനെ പറയും ഇത് കേരളമാണ്, ഇവിടെ ചോദിക്കരുത്. ഇത് കേരളമാണ്. ഇവിടെ പുത്തുമല ഉണ്ടായിരുന്നു, പെട്ടിമുടി ഉണ്ടായിരുന്നു, കവളപ്പാറ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ നടന്നത് എന്താണ് എന്നുള്ള കാര്യം പ്രമുഖമായിട്ടുള്ള ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ നേതൃത്വത്തിൽ പുത്തുമലയിൽ വീടുകൾ വെച്ചു കൊടുത്തു. ഇപ്പം ആ വീടുകളുടെയൊക്കെ പല അവസ്ഥയും എന്താണെന്നുള്ളത് നമ്മൾ അവിടെ നേരിട്ട് പോയി കണ്ടതാണ്. അതിൽ തന്നെ വീട് കിട്ടാത്ത നിരപരാധികൾ ഈ ദുരന്ത സമയത്ത് നമ്മുടെ മുമ്പിൽ, മാധ്യമങ്ങളുടെ മുമ്പിൽ കരയുന്നത് നമ്മൾ കണ്ടു. അതുകൊണ്ടാണ് പറയുന്നത്, ചോദിക്കുമ്പോൾ ഉടനെ ഇത് കേരളമാണ്, ഇവിടെ ചോദ്യങ്ങൾ അരുത്, അങ്ങനെ പറയരുത്. പിണറായി വിജയനും അവരുടെ സംഘവും എപ്പോഴും ചെയ്യുന്ന ഒരു പണിയാണ്. അതിന് മാധ്യമങ്ങൾ കൂട്ടുനിൽക്കരുത്. കാരണം ഇതിനു മുമ്പുള്ള പ്രതിരോധത്തിൻ്റെയും ഇതിനു മുമ്പുള്ള പുനരധിവാസത്തിൻ്റെയും കാര്യത്തിലെ വീഴ്ചകൾ നമ്മളെല്ലാവരും ചൂണ്ടിക്കാണിച്ചതാണ്. അതിൻ്റെ തനിയാവർത്തനം തന്നെയാണ് പുത്തുമലയിലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മുണ്ടക്കയിലും സംഭവിക്കാൻ പോകുന്നത്. ഇതിനെ സംബന്ധിച്ച് സർക്കാർ വ്യക്തത വരുത്തണം. അടിയന്തര സഹായം കിട്ടിയില്ലെന്ന് ആര് പറഞ്ഞു? ആരാ പറഞ്ഞത്? ഏത് മുരളീധരനല്ലല്ലോ മുഖ്യമന്ത്രി. ഇപ്പം എത്ര കയ്യിലിരിക്കുന്നു എന്ന് കാശ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. കേരള ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഇപ്പം എത്ര കാശിരിക്കുന്നു നിങ്ങൾ വിചാരിച്ച്?
ഈ പുനരധിവാസത്തിനും ദുരന്ത പ്രതിരോധത്തിനും എത്ര കാശ്? ഇത് RTI നിങ്ങൾക്ക് എഴുതി ചോദിക്കല്ലോ. നിങ്ങളിപ്പോ ഇതിന് ശേഷം കയ്യിലുണ്ടല്ലോ കാശ്. പ്രധാനമന്ത്രി എന്താണ് പറഞ്ഞത്? നിങ്ങൾ വഴിതിരിച്ചു വിടാൻ ശ്രമിക്കരുത് ഇതിനെ. പ്രധാനമന്ത്രി പറഞ്ഞത്, ഇത് CPM-ന്റെ ഒരു വാദം. പ്രധാനമന്ത്രി പറഞ്ഞത് എന്താണ്? ഒരു സാമ്പത്തിക സ്ഥിതിയും തടസ്സമാവില്ല. എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് പുനരധിവാസത്തിന്റെ കാര്യത്തിൽ നീങ്ങിയിട്ടുണ്ടോ? എന്നിട്ട് നിങ്ങൾ പറഞ്ഞു ബ്ലെയിം ചെയ്തോ കേന്ദ്രം തന്നില്ല. എവിടെ ഇതൊക്കെ പറയും? ദേശാഭിമാനി പറയുന്ന കേട്ടിട്ടിരിക്കും. അല്ല, എന്താ കൊടുത്തിരിക്കുന്നത് സംസ്ഥാനം? നിങ്ങൾ ആരെങ്കിലും കൊണ്ടുവന്ന് കാണിക്കുക. എന്റെ ചോദ്യം, കേന്ദ്രത്തിന് കേരളം എന്താണ് കൊടുത്തത് എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അറിയുമോ? എനിക്കറിയില്ല, അതാണ് ചോദിച്ചത്. അല്ല, എന്റെ ചോദ്യം, നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ കിട്ടുമല്ലോ. കേരളം പുനരധിവാസത്തിന് എന്താണ് ഒരു വാലിഡായിട്ടുള്ള, അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ വേണം. വെറുതെ ഒരു കത്ത് കൊടുക്കാൻ പറ്റില്ല. അത് നേരത്തെ കൊടുത്തിട്ടുണ്ട്. താൽക്കാലിക മെമ്മോറണ്ടം എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഒറിജിനൽ ഫുൾ പ്രൂഫ് എന്താണ് കൊടുത്തത്? സർക്കാർ എന്തുകൊണ്ടാണ് അത് വ്യക്തത വരുത്താത്തത്? ധനസഹായം വെറുതെ കൊടുക്കാനുള്ളതല്ല. ധനസഹായം കിട്ടില്ലെന്ന് ആര് പറഞ്ഞു? അപ്പൊ ഇതിനു മുമ്പ് കിട്ടിയതൊന്നും ധനസഹായം അല്ലേ? 500 കോടി ഇരിക്കുന്നുണ്ടല്ലോ, അതെന്തിനു വെച്ചിരിക്കുന്നതാണ്? അവിടെ പണത്തിന് എന്തെങ്കിലും ഒരു മുട്ടുണ്ടോ? എന്റെ ചോദ്യം, എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുപോലെയാണ് കാണുന്നത്? അല്ലല്ല, ഇല്ലെന്ന്. അങ്ങനെ ഒരു സംഭവം ഇല്ല. കേരളത്തെ അവഗണിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞാൽ പോരാ, മുഖ്യമന്ത്രി പറയട്ടെ. എന്റെ ചോദ്യം, ഗോവിന്ദൻ മാഷോ DYFIയോ പറഞ്ഞാൽ പോരാ, മുഖ്യമന്ത്രി പറയട്ടെ. കേരളത്തിന് ചോദിച്ചത് സർക്കാർ വ്യക്തമായി ചോദിച്ചതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്. എന്ത് പറയുന്നു? പൊതുയോഗത്ത് പ്രസംഗിക്കുന്നതല്ല സാർ. ഇത് ഞാൻ പറഞ്ഞത് എന്താണ്? മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടു. മുഖ്യമന്ത്രി വിളിച്ച അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. അത് ആര് പറഞ്ഞു ഇല്ലെന്ന്? അല്ല, ഒരു മാസത്തിനുള്ളിൽ സർക്കാർ നടത്തേണ്ട എക്സസൈസ് നടത്തിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചോ? അതിനെപ്പറ്റി നിങ്ങൾ സർക്കാർ നടത്തിയത് ഇപ്പൊ കണ്ടല്ലോ. അങ്ങനെ ഞാൻ പറയില്ല, എനിക്കറിയാത്ത കാര്യം ഞാൻ അങ്ങനെ പറയും. ഇങ്ങനെ ഒരു കണക്ക് എങ്ങനെ കൊടുക്കാൻ കഴിയുന്നു എന്ന ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് കൊടുക്കണമെന്നാണോ പറഞ്ഞത്? 75,000 വെച്ചിട്ട് ഓരോ കൊടുക്കണമെന്നാണോ പറഞ്ഞത്? അതിനൊക്കെ അവര് മറുപടി പറയേണ്ടവർ മറുപടി പറയും. ഞാനതിന് മറുപടി. അതല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞ എസ്റ്റിമേറ്റ് കണക്കാന്ന് പറഞ്ഞ 1 കോടി രൂപ ബെയിലി പാലത്തിന്. ഇനി എന്താ എസ്റ്റിമേറ്റ്? പുനരധിവാസത്തിന് ഇവിടെ ഒരു മന്ത്രിസഭാ ഉപസമിതിയെ നിയമിച്ചു. ഈ കേരളത്തിലല്ലാതെ ഇങ്ങനെ ഒരു ഉപസമിതിയെ വെക്കുമോ? അവർക്ക് എന്താണ് അറിയുന്നത്? അവർ രാവിലെ പുത്തുമലയിലേക്ക് പോവും, അല്ല ഇവിടേക്ക് പോവും, പിന്നെ ചൂരൽമലയിലും മുണ്ടക്കയിലും പോവും, പട്ടാളക്കാരെയും മറ്റേക്കാണ് ഫോട്ടോ എടുക്കും. അവർ കലക്ട്രേറ്റിലിരുന്ന് ആ ഒരു മാസം എന്ത് ചെയ്തു എന്നാണ് നിങ്ങൾ പറയുന്നത്? അവർ ചെയ്താൽ ഇങ്ങനെയാണോ? ആദ്യമേ തന്നെ പരാജയപ്പെട്ടു. മന്ത്രിസഭാ ഉപസമിതി ഒരു ദയനീയ പരാജയമായിരുന്നു. പിന്നെ ആവശ്യത്തിന് പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരെ വെച്ച് മാനദണ്ഡങ്ങൾ മനസ്സിലാക്കി ഏത് ലെവലിലാണ് ഇത് പരിഗണിക്കേണ്ടത്, നല്ല ഹോംവർക്ക് നടത്താനുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു ഹോംവർക്ക് കേരളം നടത്താറുണ്ടോ? ഇത്രയും യൂസ്ലെസ് ആയിട്ടുള്ള, ഇത്രയും കഴിവുകെട്ട ഒരു ഭരണ സംവിധാനം ഇന്ത്യയിൽ എവിടെയെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലാണ്. അതിനെ നിങ്ങൾ ഇത് അൽ കേരളമാണ് എന്നൊന്നും പറഞ്ഞ് ന്യായീകരിച്ചൊരു കാര്യമില്ല. ഇവരുടെ പിടിപ്പുകേടാണ് ഇതെല്ലാം കാരണമായത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൊട്ടക്കണക്ക് എഴുതിയിട്ട് അവിടെ കൊടുക്കില്ല.
അതല്ലേന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ സംബന്ധിച്ച് ജനങ്ങൾക്ക് നല്ല സംശയമുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയും SDRFും എല്ലാം പണം വകമാറ്റി ചെലവഴിച്ചതിന്റെ പേരിൽ കേസ് നിൽക്കുന്ന സംസ്ഥാനമാണിത്. അത് ലോകായുക്ത പരിഗണിക്കാനിടെയാണ് ലോകായുക്തയുടെ അധികാരങ്ങൾ ഇവിടെ എടുത്തു കളഞ്ഞത്. അപ്പൊ ഈ സർക്കാരിന് ആളുകൾക്ക് സംശയമുണ്ട്. കഴിക്കാത്ത ഭക്ഷണത്തിന്റെ പേര്, ഉടാത്ത തുണിയുടെ പേര് എല്ലാം പൈസ എഴുതുന്നു എന്നുള്ള സംശയം ജനങ്ങൾക്ക് വളരെ ശക്തമായിരിക്കുകയാണ്. അതുകൊണ്ട് വ്യക്തത വരുത്തേണ്ടത് സംസ്ഥാന ഗവൺമെന്റാണ്. അടിയന്തര സഹായം നിങ്ങൾക്ക് വല്ലതും ചോദിച്ചിട്ടുണ്ടോ? എന്റെ ചോദ്യം അതല്ല. അടിയന്തര സഹായം നിങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? കേരള ഗവൺമെന്റ് പിന്നെ അല്ലാതെ സർ, പൈസ ഇതാണ് നിങ്ങളെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? കേരള ഗവൺമെന്റിന്റെ കയ്യിൽ പണമില്ലാത്തതിന്റെ പ്രശ്നമുണ്ടോ? അല്ലെന്ന് അതേന്ന് അല്ലല്ല, ഒരു സംസ്ഥാന ഗവൺമെന്റിനും ഈ മോദി സർക്കാർ വന്നതിന് ശേഷം ദുരന്ത പ്രതിരോധത്തിനോ ദുരന്ത നിവാരണത്തിനോ പണത്തിന്റെ കുറവില്ല. അങ്ങനെയല്ലെന്ന്. അതല്ലേ ഞാൻ ചോദിക്കട്ടെ, എത്ര പൈസ വന്നു സാർ? നിങ്ങൾ എന്താണ് ഈ പറയാത്തത്? എത്ര ചെലവഴിച്ചു നിങ്ങൾ? ഇപ്പൊ ഞാൻ പറയട്ടെ, 85 കോടി രൂപ BJP ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റുകൾ കൊടുത്തു. നിക്ക് ഞാൻ ചോദിക്കട്ടെ. ആയിക്കോട്ടെ, 85 കോടി രൂപ ഇപ്പൊ BJP ഭരിക്കുന്ന ഗവൺമെന്റ്. ഇവിടെ എത്ര ചെലവായി? അല്ലെ നിങ്ങൾ പറ. വയനാട് കലക്ടറേറ്റിൽ ഇരുന്നു കൊണ്ട് ഈ ദുരന്തം നടന്നതിന് ശേഷം സർക്കാരിന് എത്ര ചെലവായി? നിങ്ങൾ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ആ ചോദ്യം ഗവൺമെന്റിനോട് ചോദിക്കണം. ചോദിക്ക്, എത്ര ചെലവായി? അതുകൊണ്ട് ഇവിടെ പണത്തിന്റെ ഇനി വേണ്ടത്, ഞാൻ പറയട്ടെ, ഇനി വേണ്ടത് പുനരധിവാസത്തിനുള്ള പണമാണ്. ബാക്കിയുള്ള പണം എല്ലാം സംസ്ഥാന ഗവൺമെന്റ് കയ്യിലുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഒരു തെറ്റായ നറേറ്റീവ് ഉണ്ടാക്കണ്ട. പണമില്ലെന്നാര് പറഞ്ഞു? ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. അതായത് സംസ്ഥാന ഗവൺമെന്റ് കൃത്യമായ രീതിയിൽ ഓരോരോ ഹെഡുകളിലായി ആവശ്യമായ ചെലവ് കേന്ദ്രത്തെ ബോധിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഇത് ജന്മികുടിയാൻ ബന്ധമല്ല, ഒഫീഷ്യലാണ് ഇതെല്ലാം. വലിയേട്ടനും ചെറിയേട്ടനും അല്ല. അത് വിശദമായി പരിശോധിച്ചാണ് കേരളത്തിന് ഈ ഒരു ദുരന്തത്തിന്റെ പേരിൽ എത്ര തുക അനുവദിക്കേണ്ടതാണ് എന്ന് തീരുമാനിക്കുന്നത്. അക്കാര്യത്തിൽ ഇതുവരെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. കേരളത്തിന് അർഹമായത് ലഭിക്കുക തന്നെ ചെയ്യും. ഞങ്ങളും കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. 20% വോട്ട് മലയാളികൾ തന്നിട്ടുള്ള ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് കേരളത്തിന്റെ ഒരു നഷ്ടവും ഞങ്ങളും അനുവദിക്കുന്ന പ്രശ്നമില്ല. പക്ഷെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ മറ്റു രീതിയിൽ വ്യാഖ്യാനിക്കരുത്. അതുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് കിട്ടേണ്ടതെല്ലാം ഒരു നയാ പൈസയുടെ വ്യത്യാസമില്ലാതെ ഉറപ്പുവരുത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ ദുരന്തം നടന്നതിന് ശേഷം സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിൽ ഈ ദുരന്തത്തെ പ്രതിരോധിക്കാനും ആ സമയത്തുണ്ടായിരുന്ന ദുരിതാശ്വാസത്തിനുമായിട്ട് കേന്ദ്രം നൽകിയ എത്ര തുക സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിലുണ്ട് എന്ന് നിങ്ങൾ പരിശോധിക്കാത്തത്? അല്ല, എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 500-ലധികം കോടി രൂപ സെൻട്രൽ ഗവൺമെന്റ് കൊടുത്ത കാശ് ഇവിടെ ഇരിക്കുമ്പോൾ പിന്നെ നിങ്ങൾ ഈ അടിയന്തരം എന്ന് പറയുന്നത് എന്താണ്? അല്ല, അങ്ങനെ നാളെ നിങ്ങൾ കൊടുക്കാനാണ് ചോദ്യമെങ്കിൽ ഞാൻ പറയുന്നില്ല. അടിയന്തരമായി ചെലവഴിക്കേണ്ട തുകയെ സംബന്ധിച്ച്, പണത്തെ സംബന്ധിച്ച് ഇവിടെ അതിന്റെ ദൗർലഭ്യമില്ല. നിങ്ങൾ ഗുജറാത്തിനെ പറ്റിയിട്ടും ചേട്ടാ ഒരു അതെ,
അതല്ലേ ഞാൻ പറഞ്ഞു, കൊടുത്തില്ല, കൊടുക്കാത്തോണ്ടാണല്ലോ കിട്ടാത്തത്. അത് ആദ്യം എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തതല്ലേ, പിന്നെ എന്തിനാണ് വീണ്ടും ചോദിക്കുന്നത്? അതായത് അടിയന്തര സഹായം പണമില്ല കേരളത്തിന് എന്നുള്ളൊരു പ്രശ്നം ഇതിലില്ല. നിങ്ങൾ അത് മൂടി വെക്കാനാണ് ശ്രമിക്കുന്നത്. എത്ര പണം കേരള ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്, കേന്ദ്രം കൊടുത്തത് തന്നെ. അല്ല, അത് എന്താ ചെലവഴിച്ചാലെന്ന് അതിന് എന്തെങ്കിലും ബാറുണ്ടോ? ഏത് രേഖ? അതെ, അല്ല, BJP കോൺഗ്രസ് CPM അല്ല ഇത്. ഇതൊരു സർക്കാരിന്റെ നൈതികതയുടെ പ്രശ്നമാണ്. ഇതിനെ ഞങ്ങൾ ചോദ്യം ചെയ്യും. ഓരോ ചില്ലി കാശും ഈ ഒരു ദുരന്തഘട്ടത്തിൽ ചെലവഴിക്കുന്നത് എങ്ങനെയാണ് എന്ന് ജനങ്ങൾക്കറിയാനുള്ള അവകാശമുണ്ട്. ദുരന്തത്തെ കൊള്ളയടിക്കാൻ ഈ സർക്കാർ ശ്രമിച്ചാൽ അതിനെതിരായിട്ടുള്ള കോൺഗ്രസ് എടുക്കുന്ന അഴകുഴമ്പൻ സമീപനായിരിക്കില്ല ഞങ്ങൾ എടുക്കുക. പറയേണ്ടവർ പറയുന്നു, അതിന് എന്തിനാണെന്ന്. ഇതൊക്കെ ഗവൺമെന്റ് ടു ഗവൺമെന്റ് അല്ലേ നമ്മളാ. ആയിക്കോട്ടെ, സമ്മതിച്ചു. അതെ, കേന്ദ്രത്തിൽ മെല്ലെപ്പോക്ക് ഇല്ല സാർ. ഇതുപോലെ ഏതെങ്കിലും ഒരു കേന്ദ്ര ഗവൺമെന്റോ പ്രധാനമന്ത്രിയോ ഇങ്ങനെ ശ്രമിച്ചിട്ടുണ്ടോ? ഇതിനു മുമ്പ് ഇവിടെ പല ദുരന്തങ്ങളുണ്ടായിരുന്നല്ലോ. ആര് പറഞ്ഞു? വെറുതെ നിങ്ങൾ അരിക്ക് പൈസ വെച്ചു എന്ന് പറയുന്ന ടീമാണോ? അരിക്ക് പൈസ വെച്ചു എന്ന് പറയുന്ന ടീമാണ്. സത്യം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും, കേന്ദ്രത്തിന്റെ ആയാലും സംസ്ഥാനത്തിന്റെ ആയാലും, ഇപ്പോൾ വൈദ്യുതി ബോർഡ് സംസ്ഥാന ഗവൺമെന്റിന് അവർ വൈദ്യുതി കൊടുക്കുമ്പോൾ പൈസ ഈടാക്കും. ആ പൈസയൊക്കെ ദുരന്ത നിവാരണത്തിൽ നമുക്ക് കിട്ടും. പക്ഷെ നിങ്ങൾ എഴുതിയതാണ് 1-ാം പേജിൽ പല പത്രങ്ങളും, ദുരന്തമുഖത്ത് അരി തന്നു, അതിന് കേന്ദ്രം പണക്ക്. പിന്നെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കൊടുക്കുന്ന ഓരോ മണിക്കും അരിക്കും അവർക്ക് പൈസ വാങ്ങിക്കും. അതിന് പണം ഇവിടെ അനുവദിക്കുന്നുണ്ടോ എന്നുള്ളതല്ലേ ചോദിക്കേണ്ട. അതിന് പകരം ഇത് കേരളത്തെ അരി വാങ്ങി. അങ്ങനത്തെ ആൾക്കാരോട് എനിക്ക് മറുപടിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ ഒരു നെറേറ്റീവ് ഉണ്ട്. എന്ത് ചെയ്താലും UPA ഭരിക്കുമ്പോൾ എന്ത് ചെയ്തു കേരളത്തിന്? 10-15 മടങ്ങ് അധികമാണ് എല്ലാ രംഗത്തും മോദി സർക്കാർ വന്നതിന് ശേഷം കേരളത്തിന് കിട്ടിയത്. താങ്ക് യു.